രണ്ട് വീഡിയോ ഇന്നിപ്പോൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇത് രണ്ട് പാസഞ്ചേഴ്സ് ഇതേപോലെ കരിപ്പൂര് വഴി സ്വർണം കൊണ്ടുവന്ന് പുറത്ത് കിടന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത കേസാണ്. നിങ്ങൾക്ക് വലിയ ഇൻവെസ്റ്റിഗേഷൻ സാധ്യതയുള്ള സംഗതിയാണ്. ഇവരിൽ നിന്ന് പിടിച്ചെടുത്ത സ്വർണത്തിൽ ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് 900 ഗ്രാം പിടിച്ചത് അത് കൊടുത്തിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. കോടതിയിൽ ആ കടലാസ് തിരഞ്ഞിട്ട് കാണാനില്ല. ഇപ്പോഴും കോടതിയിൽ ആളുകളുണ്ട്. അതിൻ്റെ ബാക്കി കടലാസ് ഇവിടെ ഉണ്ട്. ഒരു കുട്ടിയെടുത്ത് നിന്ന് ഇതേപോലെ 3 ക്യാപ്സ്യൂൾ കൊണ്ടുവന്നത് 900 ഗ്രാമാണ്. അതിൽ 526 ഗ്രാമാണ് കസ്റ്റംസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പോലീസിൻ്റെ ഒരു കടലാസും ഇല്ല. ഈ 900 ഗ്രാം ആദ്യം കൊണ്ടുവന്ന കുട്ടിയെ പറ്റിയിട്ട് ഒരു കടലാസും കസ്റ്റംസിന് ഒരു ഇൻഫർമേഷനും ഇന്ന് വരെ ഇല്ല. അപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ പറയില്ല പടച്ചോനുണ്ട്, ഞാൻ പടച്ചോനുണ്ട് ആരാ നിങ്ങളുടെ പിന്നിൽ നിന്ന് വയ്ക്കുമ്പോൾ ആ പടച്ചോനാണ് എന്നെ ഈ വിഷയത്തിൽ സഹായിച്ചത്. കാരണം ഈ 2 പാസഞ്ചേഴ്സും അവരെ കുടുംബസമേതം കുടുംബമാണ് അവരെ പോയിട്ട് റിസീവ് ചെയ്യുന്നത്. അച്ഛനും അമ്മയും ഭാര്യയും മക്കളുമാണ്. ഇവരടക്കാണ് പിടിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് അതൊന്ന് കേൾക്കാം. നിങ്ങളൊന്ന് വിലയിരുത്ത്. ഈ പറഞ്ഞ ADGP പറഞ്ഞ എല്ലാ നിബന്ധനകളും പാലിച്ച് വളരെ സത്യസന്ധമായി 20% റിവാർഡ് കിട്ടുന്നത് പോലും ഒഴിവാക്കി പോലീസ് എന്താ പറയുക രാജ്യസ്നേഹം കാണിച്ച് കേസങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കല്ലേ? അതാണോ വാസ്തവം? അതല്ല ഈ കൊള്ളയടിയാണോ വാസ്തവം എന്ന് നിങ്ങളൊന്ന് കാണും. ഒരു ലൈറ്റ് വേണമെങ്കിൽ ഓഫാക്കി. എൻ്റെ CD തരാൻ നിങ്ങൾക്ക്. ഈ ബേജാറാണ്ട് അപ്പുറേ ഏതെങ്കിലും വന്നോട്ടെ, ഏതായാലും മതി. ആ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്താൽ മതി, കുഴപ്പമില്ല. സൗണ്ടൊക്കെ അപ്പോ നമ്മള് പേര് നിഷ വീട്ടി എവിടെ വർക്ക് ചെയ്യുന്ന അപ്പോ ഏത് ഖത്തറിന്റെ കേട്ടുള്ളൂ. ഇവരെ അമ്മയുടെ മോനും നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടെയും ലേറ്റായി നമ്മളവിടെ എത്തി. പിന്നെ ആള് പുറത്തുണ്ടായിരുന്നു. ആളെ നമ്മള് പുറത്തിറങ്ങിയിട്ട് അപ്പൊ ഞാൻ ആളെത്തിയിട്ട് ഞങ്ങള് ജസ്റ്റ് കാർ സ്റ്റാർട്ടായി കേറി അവരെ കണ്ടു. എയർപോർട്ടിൽ നിന്ന് റെയിൽവേയിൽ നിന്ന് പുറത്തിറങ്ങിയ അവിടെ തന്നെ എയർപോർട്ട് ബിൽഡിങ്ങിന്റെ അവിടെ തന്നെ കാറിൽ കയറി മുമ്പോട്ട് പോയി. നമ്മുടെ ആൾക്കാരെ വന്നിട്ട് കൈകാട്ടി. അപ്പൊ അവിടെ എപ്പോഴും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവില്ല. നല്ല പോവാണ്. നോർമലി വന്ന് എത്ര ദൂരം പോകുന്നുണ്ടാവും കയറിയിട്ട്? അവിടുന്ന് ഒരു കൈയാട്ടി നമ്മളോട് സൈഡാക്കാൻ പറഞ്ഞ് ഇവരിറക്കി കഴിഞ്ഞിട്ട് പിന്നെ ഇവരെന്തോ പറഞ്ഞ് നമ്മളോട് പറഞ്ഞ് ഞങ്ങളെ ബാക്ക് ഫോളോ ചെയ്ത് വരാൻ പറഞ്ഞ് ഇവര് ജീപ്പ് കയറി അവിടുന്ന് ഇറക്കിയിട്ട് എന്താ ചെയ്തത്? പോലീസിന്റെ ടോൾ ഗേറ്റിന് അവിടെ തന്നെയല്ലേ അതിനകത്ത് ഞങ്ങളെ കൊണ്ടുപോയി. ഞങ്ങളോട് കയറ്റി അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ച് എന്താ വെച്ചാൽ സാധനം കയ്യിലുണ്ട് നമുക്കറിയാം. സാധനം കയ്യിലുണ്ട് നമുക്കറിയാം. അത് പെട്ടിയിലാണോ ഏതാണെന്നുള്ളത് പറഞ്ഞാൽ മതി. പെട്ടിയിലാണോ ഏതാണെന്ന് പറഞ്ഞാൽ മതി.
രാഷ്ട്രത്തിന് സമയം എടുത്തോ ആലോചിച്ച് പറഞ്ഞു അതിനപ്പം അവിടെ എത്തിയില്ലേ അവിടെ അപ്പൊ ഇരുത്തി ഓണം വാങ്ങിച്ചു രണ്ടൊന്നും ഇല്ലാന്ന് പറഞ്ഞു അപ്പൊ ഇല്ലാന്ന് പറഞ്ഞു അതില്ലെന്ന് പറഞ്ഞു പിന്നെ അവര് പറഞ്ഞു ഉണ്ട് ഇതാ ചെക്ക് ചെയ്യണം അങ്ങനെ ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് കൊണ്ടുപോകണം മറ്റേ ക്ലിനിക്കിൽ കുളിക്കല് വസ്തു അവിടുന്ന് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അപ്പൊ ശരീരത്തിൽ പറ്റിയില്ല ഇല്ല നിങ്ങളുടെ ശരീരത്തില് ശരീരത്തിലാണ് അപ്പൊ കുളിക്കലും അദ്ദേഹം പോയത് അവിടെ ഒരു ക്ലിനിക്കിൽ കിട്ടി ക്ലിനിക്കിൽ കൊണ്ടുപോയി അപ്പഴും ഇവിടെ അടുത്താണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു നമ്മളോട് കാറിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞേ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പുറത്തൊക്കെ പോയി കുറച്ച് ടൈം എടുക്കാൻ വന്നാൽ മതി അവിടെ എത്തുമ്പോ ഇവർ ഇവിടെ അല്ല ജീപ്പ് കടയില്ല ഒന്നുമില്ല പിന്നാണ് വലിയ ജീപ്പ് ആയിട്ട് ഇവര് വന്നത് ഒന്ന് പുറത്തു പോയി വന്നപ്പോഴേക്ക് ആളവിടെ അല്ല അവിടെ വെയിറ്റ് ചെയ്ത് പിന്നാണ് ജീപ്പും ആളൊക്കെ വന്നത് കൂട്ടിട്ട് വന്നു അതായത് ക്ലിനിക്കിൽ പോയി സ്കാൻ ചെയ്തു അത് എക്സ്റേ സ്കാനോ സ്കാനിങ് ചെയ്തു സ്കാൻ ചെയ്ത് സാധനം നോക്കാം അങ്ങനെ തിരിച്ചു വന്നു എങ്ങോട്ട് ഈ പോലീസ് ഹെഡ് പോസ്റ്റ് പോസ്റ്റിലേക്ക് വന്നു അവിടെ ഒരു ബാത്റൂം ഉണ്ട് ഉള്ളിൽ കയറ്റി അവിടെ അയച്ചു കൊടുക്കാൻ പറഞ്ഞു അതിനുള്ളിൽ ബാത്റൂം ഉണ്ട് അത് അയച്ചു കൊടുക്കാൻ പറഞ്ഞു അത് അയച്ചു കൊടുത്തു ബാത്റൂമിൽ തന്നെ സാധനം എടുത്തു രാവിലെ കൈ കൊടുത്തു എന്റെ കയ്യിൽ തന്നെ തന്നു കയ്യിലെടുത്ത് നടക്കും ഞാൻ രണ്ടു ഫോട്ടോ ഒക്കെ എടുത്തു പുറത്തേക്ക് ഫോട്ടോസ് ഈ ഗോൾഡിന്റെ ഫോട്ടോ ആണോ എടുത്തത് എന്റെ ഫോട്ടോ ഇന്ന ഫോട്ടോ എടുത്തു ഫോട്ടോ ഗോൾഡ് ഫോട്ടോ എടുത്തിട്ടില്ല ഗോൾഡിന്റെ ഫോട്ടോ എടുത്തു എന്നിട്ട് പിന്നെ എന്ത് ചെയ്ത് അവിടുന്ന് അവിടെ നേരം അവര് ജീപ്പ് തന്നെ കയറ്റി ഇവരോട് തിരിച്ച് ആ പോലീസ് ജീപ്പിന് രണ്ടാമത് അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവിടുന്ന് ഒപ്പിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്ര സമയം എടുത്തു വെയിറ്റ് ചെയ്ത് ഒരു പുറത്തായിരുന്നു ഒരു വർഷം മൂന്നാമത്തിരുന്ന സ്റ്റേഷനുള്ളിൽ കയറിയത് വണ്ടിയിലിരിക്കുന്നു പിന്നെ എന്നെ ഉള്ളിലേക്ക് കയറ്റി വിളിപ്പിച്ചു എന്താ എഴുതിയെടുത്തത് അഡ്രസ്സും ബാക്കിയുള്ള അഡ്രസ് നിഷാദിന് മൊഴിയെടുത്തോ മൊഴിയെടുത്തു അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചെഴുതി അപ്പൊ ഇതിന് തൂക്കം ചോദിച്ചില്ലേ എത്ര പീസ് ഉണ്ടായിരുന്നു മൊത്തം എത്ര തൂക്കം ഉണ്ടായിരുന്നു 300 വെച്ചിട്ടാണ് 300ന്റെ ക്യാപ്സ്യൂൾ അതിനകത്ത് ബാക്കിൽ 300ന്റെ 3 900 ഗ്രാം പറയുന്ന രീതിയിലൊന്നും നിങ്ങൾ മുമ്പിൽ എഴുതി ഒപ്പിടിക്കണമെന്നില്ല എല്ലാം ഒപ്പിടിച്ചിട്ടൊന്നുമില്ല അന്ന് സ്റ്റാർട്ടിങ്ങിലൊന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് പേപ്പർ മാത്രം എഴുതി വായിക്കണം പറഞ്ഞിട്ടൊന്നുമില്ല പോലീസ് സ്റ്റേഷനിൽ അപ്പൊ എന്നിട്ട് മോള് ജാമ്യത്തിന് ഈ ആളെ ഏറ്റെടുക്കുന്നെന്ന് പറഞ്ഞ എഴുതി ഒപ്പിട്ടതാ ഏറ്റെടുക്കുന്ന എഴുതി ഒപ്പിട്ടു അപ്പൊ രാത്രി എത്ര മണിയായിട്ടുണ്ടാവും രാത്രി ലേറ്റ് ആയിട്ടുണ്ട് അപ്പൊ എത്ര പോലീസുകാരുണ്ട് അവിടുന്ന് യൂണിഫോം ഇടാത്ത രണ്ടാൾക്കാരെ നമ്മളെ അവിടുന്ന് പിക്ക് ചെയ്തത് എയർപോർട്ടിൽ നിന്ന് അല്ല ഫസ്റ്റ് ടൈം ഞങ്ങളെ യൂണിഫോം പിന്നെ അല്ല പിന്നെ ആ ആള് വിലാടാക്കാൻ പോയിട്ടുണ്ട് പിന്നെ വേറെ പോലീസ് തന്നെ നമ്മളോട് ഒപ്പിട്ട് വാങ്ങിയതൊക്കെ മോളോടൊന്നും ചോദിച്ചില്ല ഇല്ലില്ല ഭർത്താവ് എന്തെങ്കിലും പണിക്കുന്നത് വേണ്ടാത്ത ചെയ്യണമെന്ന് ചോദിച്ചില്ല ഒന്നും അങ്ങനത്തെ ഒരു ചോദ്യം ജാമ്യത്തിനാണ് ഞാൻ ഇയാളെ പോലീസ് ആവശ്യപ്പെടുമ്പോ ഹാജരാക്കി തരാൻ ജാമ്യത്തിൽ എടുക്കുന്നതിന് ഒപ്പിട്ടു എന്നിട്ട് അവിടെ പോയി ഗോൾഡൊക്കെ അവരെടുത്തിച്ചവിടെ വേറെ തഹസിൽദാരോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരോ സാക്ഷിയോ ആരുമില്ല പബ്ലിക് അവിടെ കടക്കാരെ ആരും വിളിച്ചിട്ടില്ല പോലീസുകാർ മാത്രമേ ഉള്ളൂ അവിടുന്ന് അപ്പൊ രാത്രി ഏകദേശം എത്ര മണിയുണ്ടാവും 2 മണി കഴിഞ്ഞു അങ്ങനെ വീട്ടിലേക്ക് പോയി പിന്നെന്താ സംഭവിച്ചത് പിന്നെ സംഭവിച്ചു കഴിഞ്ഞാല് ഒരു വിളിക്കുന്ന പ്രതീക്ഷയിലുണ്ടായിരുന്നു അതിനെ വിളിച്ചിട്ടില്ല പിന്നെ കസ്റ്റംസ് ആള് വന്നു എത്ര കഴിഞ്ഞു പോലീസിന് പിന്നെ വിളിയെ വന്നില്ല പോലീസിന് വിളിയെ വന്നില്ല കസ്റ്റംസ് ആള് വന്നു അപ്പൊ പാസ്പോർട്ട് എന്തൊക്കെ എടുത്ത് ഈ എന്തൊക്കെ എടുത്ത് പാസ്പോർട്ട് അവിടെ കൈ വെച്ച് അവരെടുത്ത് വെച്ച് പോലീസുകാരെടുത്ത് വെച്ച് ഫോൺ ഉണ്ടായിരുന്നു ഫോണിൽ എന്നിട്ട് പോകാൻ പറഞ്ഞു അങ്ങനെ പോകാൻ പറഞ്ഞു അപ്പൊ അവിടെ കഴിഞ്ഞ വിചാരിച്ചു പിന്നെ കസ്റ്റംസ് വന്നു വീട്ടില് അതങ്ങനെ വീട്ടിൽ പോയിട്ട് എത്ര മാസം കഴിഞ്ഞ് അപ്പൊ പിന്നെ പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ട പാസ്പോർട്ട് അന്വേഷിച്ച് പോയതൊന്നുമില്ല
ഇല്ല ആര് വിളിക്കുന്നു പറഞ്ഞത് വിളിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. ഓലെ വിളിക്കണ ഓലെ വിളിക്ക് വെയിറ്റ് ചെയ്തു. വിളിച്ചിട്ട് വന്നാ മതി. അപ്പൊ ആരും വന്നില്ല. ആര് വന്നില്ല. പിന്നെ കസ്റ്റംസ് ആരാ വരുന്നത്? ഒരു ഓഫീസറായിരുന്നു. ഇതിന്റെ സ്റ്റാറൊക്കെ ആയിട്ടുള്ള മോഡലുണ്ടാവും മിഠായി ഇങ്ങനെ പെട്രോളിന്റെ എങ്ങനെ ഒരു കസ്റ്റംസിന്റെ ആളായിരുന്നു. അത് വന്നു വീടൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്ന രീതിയിലായിട്ട് അവരവിടെ ഇരുന്ന് കുറെ കാര്യങ്ങളൊക്കെ എഴുതി അഡ്രസ്സും കാര്യങ്ങളും ചോദിച്ചു. നിങ്ങളുടെ വിശേഷങ്ങൾ പറഞ്ഞാൽ തന്നെ ഞാൻ എഴുതി ഒപ്പിട്ട് ഞാൻ ഒപ്പിട്ട് കൊടുക്കും. ഞാനങ്ങ് പോയി. അപ്പൊ അവരോട് ഞാൻ ചോദിച്ചു ഞാൻ എന്താ ചെയ്യുന്നത്. അവരോട് ഞാൻ ചോദിച്ചു എന്താ ചെയ്യേണ്ടത്. അവരൊന്ന് ഇങ്ങനെ വന്നാൽ മതി, കസ്റ്റംസ് ഓഫീസിൽ വന്നാൽ മതി, അവിടെ നിന്ന് അന്വേഷിച്ചാൽ മതി, കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അവിടെ വന്നാൽ കയറാം. ഒരു ആഴ്ചയ്ക്ക് ശേഷം ഞാൻ പോയി. ഒരാഴ്ചയായിട്ട് ഞാൻ പോയി അന്വേഷിച്ചപ്പോ അവര് പറഞ്ഞു പാസ്പോർട്ട് വരണമെങ്കിൽ 30 അടുത്ത് ബോണ്ട് ഇത് കെട്ടണം. പാസ്പോർട്ട് എടുക്കണമെങ്കിൽ അതിനാണ് വിധി ഉണ്ടാവുക. നിങ്ങൾ ആയിക്കോട്ടെ ചെയ്യാന്ന് പറഞ്ഞു. നല്ല കുറെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇല്ലാന്ന് പറഞ്ഞു. ഫൈന് അപ്പൊ അതിനൊരു നോട്ടീസും തന്നില്ലേ? ഇല്ല, അവര് നോട്ടീസ് തന്നിട്ടില്ല. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു വന്നു. പിന്നെയാണ് പോലീസുകാരെ വിളിക്കുന്നത്. പറയാം പിന്നെ പോലീസ് വിളിച്ചു. മഞ്ചേരി കോർട്ടിൽ ഹാജരാണെന്ന് പറഞ്ഞു. അത് ഹാജരാണെന്ന് സ്റ്റാർട്ടിങ് 1 വീക്ക് ഹാജരാൻ പറഞ്ഞു. പക്ഷെ അപ്പൊ ഹാജരാൻ പറ്റില്ല. അടുത്ത ആഴ്ചയാണ് പിന്നെ ഹാജരായത്. ആദ്യത്തെ ആഴ്ച അപ്പൊ നിങ്ങൾക്ക് സമൻസ് ഒന്നുമില്ല? വിളിച്ചത് മാത്രം. അപ്പൊ പിന്നെ എന്ത് പറഞ്ഞിട്ട് കോടതിയിൽ പോവാം? അവിടെ പോയിട്ട് ആളെ വിളിക്കാൻ ഒരാൾ നമ്പർ വന്നു. വേറെ പോലീസുകാരുടെ നമ്പർ. ഇന്ന ഡേറ്റിൽ നിങ്ങൾ മഞ്ചേരി കോടതിയിൽ വന്നിട്ട് അവിടെ കോടതിയിൽ എത്തുമ്പോൾ നിങ്ങൾ വിളിക്കുന്നത്. അവിടെ തിരി വിളിച്ചാൽ മതി. ആദ്യത്തെ ആഴ്ച നിങ്ങൾ പോകാൻ കഴിഞ്ഞില്ല. പിന്നെ രണ്ടാമത്തെ ആഴ്ച പോലീസുകാരെ വിളിച്ചാൽ നിങ്ങൾ അങ്ങോട്ട് വിളിച്ചോ? പോലീസുകാരെ വിളിച്ചല്ല, ഞാൻ അങ്ങോട്ട് വിളിച്ചു. വിളിച്ച അടുത്ത ആഴ്ച ഡേറ്റ് വരാം. വരാമെന്ന്. എന്നിട്ട് രണ്ടാമത്തെ ആഴ്ച പോയി. മഞ്ചേരി കോടതി സ്റ്റാൻഡിലെ കോടതി അവിടെ പോയി പോലീസുകാരെ വിളിച്ചു. ഞാൻ മോള് വെയിറ്റ് ചെയ്ത് പോലീസുകാർ മേലോട്ട് വന്നു. കോടതി മേലെയാ? കോടതി മോളാണ്. പറഞ്ഞു അവിടെ ഇരിക്കുക പറഞ്ഞു. അത് വിളിക്കുമ്പോ അവളോട് കയറി അങ്ങനെ ഉള്ളിന്ന് എന്റെ വിളി വന്നു. എന്റെ പേര് വിളിച്ചു, നിഷാദുള്ള പേര് വിളിച്ച് ഞാൻ ഉള്ളോട്ട് പോയി. കോടതിയിൽ പേര് വിളിച്ചു. കോടതിയിനകത്തേക്ക് കയറി. അപ്പൊ കൂടെ പോലീസുകാരും വന്നു. അപ്പൊ അത് കാര്യങ്ങൾ ചോദിച്ചു. പിന്നെ ടീച്ചർ പറഞ്ഞു നിന്റേതാണോ പുറത്ത് നിൽത്തതാണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു കാണിച്ചെന്നോ? ആ സ്ഥലം കാണിച്ചു. അതെങ്ങനെ? അപ്പൊ അല്ല കാണിച്ചു തന്നിട്ടില്ല. ഒന്നും കാണിച്ചു തന്നിട്ടില്ല. സ്വർണത്തിന്റെ കാര്യം മാത്രം ചോദിച്ചു. പേപ്പർ സ്വർണ്ണം കൊടുത്തിരുന്നു ചോദിച്ചു. കൊണ്ടുവരുന്ന ചോദിച്ചു. അത് ചോദിച്ചു. പിന്നെ പുറത്തേക്ക് കസ്റ്റംസിലേക്ക് കൈമാറാമെന്നൊന്നും പറഞ്ഞു. കൈമാറാണെന്ന് പറഞ്ഞു. കൈമാറാമെന്ന് ഓക്കെ പറഞ്ഞു. പരാതി ഒന്നും ഇല്ലാതാന്ന് ചോദിച്ചു. പരാതി ഒന്നും ഇല്ലാതാണ്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പോന്നപ്പോഴാണ് ഇനി ഞാൻ മഞ്ചേരി ഇനിയൊരു മാസം കഴിഞ്ഞു. എത്ര മാസമായിട്ടുണ്ടാവും? ഈ കോടതിയിലത്തെ പ്രയാസം എത്രയായിട്ടുണ്ടാവും? നിങ്ങൾ മെയിലാണ് വന്നത്? മെയ്, ജൂൺ, ജൂലൈ 2 മാസം 2 മാസം ഇതൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഞാൻ പിന്നെയും കസ്റ്റംസിൽ പോകുന്നത്. വീണ്ടും കസ്റ്റംസിൽ പോയി ഹസ്ബൻഡിന്റെ അറിയാൻ വേണ്ടിട്ട്. ഞാൻ പിന്നെ സംസ്ഥാന പോലീസ് ഓഫീസർ വേണം. അവർക്ക് ക്യാമ്പിന് പെട്ടത് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവരോട് കുറെ കാര്യങ്ങൾ ചോദിച്ചു. അങ്ങനെ കൊണ്ടുപോകുന്നത് ആരാ മുഖേനാണ് ചോദിച്ചു. എല്ലാം പറഞ്ഞു കൊടുത്ത് ലാസ്റ്റ് ഒരു നമ്മള് കുറയ്ക്കുന്നുണ്ട്. ഫൈനായിട്ട് കുറയ്ക്കാന്ന് ചെയ്യാന്നൊക്കെ പറഞ്ഞു. വന്നാൽ മതി, അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാന്നൊക്കെ പറഞ്ഞു. കസ്റ്റംസിന്റെ പേപ്പർ ഒന്നും കസ്റ്റംസിന്റെ പേപ്പർ ഒന്നില്ല. അവിടെ തന്നിരുന്നു. പോലീസ് തന്നിരുന്നു. പേപ്പർ തന്നിട്ടുണ്ട്. കാണിക്കാൻ പറഞ്ഞു. അവിടെ വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. 520 കാണിച്ചിട്ടുണ്ട്. 520 അടുത്ത് എന്തോ കാണിച്ചിട്ടുണ്ട്. കസ്റ്റംസിന് അതായത് പോലീസ് കൊടുത്ത സ്വർണം കസ്റ്റംസ് എന്ന നോട്ടീസിൽ 526 ഗ്രാമാണ് അല്ലേ? അപ്പൊ നിങ്ങൾ കൊണ്ടുവന്ന എത്ര ഗ്രാമാണ്? 300 3 അപ്പൊ 526 ഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 526 274 ഗ്രാമം കമ്മിയുണ്ട്. അപ്പൊ 274 ഗ്രാം പോലീസ് കൊടുത്തിട്ടില്ല. ഈ കടലാസിനൊക്കെ മനസ്സിലാവും. അല്ല നിങ്ങൾ 900 300 കൊടുക്കണം.
പോലീസ് കസ്റ്റംസ് തന്ന പേപ്പറിൽ 526 ഗ്രാം ഈ പറഞ്ഞ ഏകദേശം 220 ഗ്രാം കമ്മിയുണ്ട്. എന്നിട്ട് പിന്നെന്തായി? ഞങ്ങളോട് പോയിട്ടില്ല, പാസ്പോർട്ട് എടുക്കണം. പാസ്പോർട്ട് എടുത്തിട്ടില്ല. അപ്പൊ ഇതിന് 30,000 വേണം. അതാണ് പ്രശ്നം. അപ്പോ പിന്നെ അതിനുശേഷം ഈ ഫസ്റ്റിൽ ഇത് കഴിഞ്ഞതിന് ശേഷം പോലീസ് വന്ന് ബുദ്ധിമുട്ടില്ല, അങ്ങനത്തെ ഒന്നും വന്നിട്ടുണ്ട്. ഇതിലൊന്നും വന്നിട്ടില്ല. ഇതാണിപ്പോ ഇവിടെ നടക്കുന്നത്. ഞാനിപ്പോ ഈ ടിവിയിലും ബാക്കിയിലും പത്രക്കാരും പറയുന്ന കാര്യം അത് സത്യമാണ്. നിങ്ങളുടെ അനുഭവത്തിൽ സത്യം അല്ലേ? ഇതിപ്പോ എവിടെയെങ്കിലും പറയില്ലേ? നിങ്ങൾ ഈ പറഞ്ഞ കാര്യമൊക്കെ സത്യമല്ലേ? അല്ല മോളെ, ഫാക്ട് അല്ലേ പറഞ്ഞു? മോളെ ഏതുവരെ പഠിച്ചു? ഡിഗ്രി കഴിഞ്ഞു. എന്താ ചെയ്യണ? ഞാനിപ്പോ ട്രാവൽസിൽ വർക്ക് ചെയ്യാം. എന്താ പഠിച്ചത്? ഈ സംഗതികളൊക്കെ മോക്ക് അറിയാലോ. ഞാനെന്തെങ്കിലും ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ പോലീസ് അന്വേഷണം ഒരു കൃത്യമായി നടക്കുന്നില്ല എന്നൊരു ധാരണയിലാണ് ഇതൊക്കെ ബന്ധപ്പെടാൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതുപോലെ സ്വർണം കൊടുന്ന് തീരെ പോലീസ് റിപ്പോർട്ട് ചെയ്യാത്തതും അവരാവശ്യത്തിനെടുത്ത് റിപ്പോർട്ട് ചെയ്ത കേസുകളുണ്ട്. അപ്പൊ ഇൻവെസ്റ്റിഗേഷൻ വരുമ്പോൾ നിങ്ങൾ ഈ ഇതിന്റെ വസ്തുതകൾ സത്യസന്ധമായി പറയാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ല, അത്രേ ഉള്ളൂ. അതിനാണ് നിങ്ങളെ ഞാൻ ഇത്രയും എന്താ പറയാ പ്രയാസപ്പെട്ട് ഇവിടെ. അപ്പൊ ഇനി ബാക്കി നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. അപ്പോൾ ഈ ഒരു വീഡിയോ കൂടി ഉണ്ട്, അത് നമുക്ക് 5 മിനിറ്റ് കാണിക്കാം, പിന്നെ വീഡിയോ നമുക്ക് തരാം.